നല്ല പണി കിട്ടി. ആക്ച്വലി രാത്രിയിലെപ്പോഴും ഈ ടാപ്പ് ഫുള്ള് തുറന്ന് വിട്ട് ഇവിടെ മൊത്തം വെള്ളമായി. മൊത്തം വെള്ളം ഇനി കോരിക്കളയണമല്ല, എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ തുടങ്ങാൻ. രാവിലത്തെ പണി കഴിഞ്ഞപ്പം കുറേ സമയമായി. പക്ഷെ അവിടെ എല്ലാം വെള്ളം കോരി ഒഴിച്ചിട്ട് എല്ലാം തൂത്ത് കളഞ്ഞു. ഇന്ന് ഇഡ്ഡലിയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്, ഇന്ന് ഇഡ്ഡലി എന്തുണ്ടാക്കുന്നതെന്ന്. ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുപ്പിൽ തന്നെ നമുക്ക് ഇഡ്ഡലി വന്നു കഴിയുമ്പം ചോറ് വിലയും കൂടെ വെച്ച് ചോറും അങ്ങ് കത്തിക്കാം, അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് വീണ്ടും കത്തിക്കണം. ഇതാകുമ്പോൾ ഇഡ്ഡലി വന്നു കഴിയുമ്പോഴത്തേക്ക് ആ കാലത്ത് അരി അടുപ്പത്തിട്ട് വയ്ക്കാം. പിന്നെ ദോശയാകുമ്പോൾ അതിൻ്റെ മൂട്ടിൽ നിന്ന് ചുട്ടി വിട്ട് നിൽക്കണം. ഇതാകുമ്പം ഇഡ്ഡലി ആകുമ്പോൾ പുഴുങ്ങി എളുപ്പം എടുക്കുകയും ചെയ്യാം. ചമ്മന്തി കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റ്. നമ്മുടെ ഇഡ്ഡലി റെഡിയായി. ഒരു ചമ്മന്തി അരച്ചു, ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട്. ഇരുന്ന് ഇരിക്കച്ച ഇരുന്ന് കഴിക്കും. രാവിലെ നല്ല പണിയാണ് കിട്ടി. മൊത്തവും വെള്ളമായി. രാവിലെ നമ്മൾ നോക്കിയപ്പോൾ കാണാൻ ഒട്ടും വെള്ളമില്ല. അതിങ്ങനെ കാണാൻ എന്തിനാ വെള്ളം തുറന്നു വിടുന്നത്? വെള്ളം തുറന്നിട്ട് ഇത്രമാത്രം പണിയായിരുന്നു. രാവിലെ എണീറ്റിട്ട് ഒരു അരമണിക്കൂർ പണിയായിരുന്നു. ആ വെള്ളം മൊത്തവും കളയണമായിരുന്നു. കളഞ്ഞു. എന്നിട്ടാണ് ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കി. സമയം 9:45, അല്ലെങ്കിൽ 8:30 കാപ്പിയാണ് ഉണ്ടാക്കി. ചെന്നിട്ട് അറിഞ്ഞൂടാ എന്തോ ചെയ്യുന്നതെന്ന് അച്ഛൻ അറിയത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്ത് ചെയ്യും? രാവിലെ ഇങ്ങനെയുള്ള പണികളൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ബാക്കിയെല്ലാം മുടങ്ങും. ഇല്ല വെച്ചാ ഇല്ലേ? ഈ രാത്രി മുതൽ പൈപ്പ് അടച്ചു വെച്ചില്ലെങ്കിൽ അച്ഛൻ രാത്രി എണീറ്റ് ഒന്ന് വീണ്ടും തുറന്നിടുന്നത്. ചമ്മന്തി വെള്ളമോ വെച്ചാൽ? ചമ്മന്തി വെള്ളമോ? വെള്ളമോ? ചമ്മന്തിക്ക് വേറെ കളറായി പോയി. ഞാൻ മുളക് പൊടി ഒന്നും ചേർത്തില്ല. പച്ചമുളകും മഞ്ഞപ്പൊടി ചേർത്ത് ചമ്മന്തിയാണ്. രുചിയുണ്ട്, പക്ഷെ കളറ് ഒരു മഞ്ഞയായി പോയി. ഇല്ല ചാ? അല്ല, ചമ്മന്തിയുടെ കളറായി. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് അടുപ്പി വെച്ചു. ഇനി അതും കൂടെ ആയി കഴിഞ്ഞിട്ട് മുരിങ്ങയില കുറച്ച് വെച്ചിട്ടുണ്ട്. ആ മുരിങ്ങയില കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം. ഇല്ല ചാ? മുരിങ്ങയില കറി ഉണ്ടാക്കിയാലോ? തോരൻ വേണോ ഒഴിച്ചത് വേണോ? എന്താ വേണോ? എന്ത് വേണ്ടേ? തോരൻ വേണോ ഒഴിച്ചത് വേണോ? ഏത് വേണം? 4 2 കഴിച്ചു അച്ഛൻ. ഇനി 2 കഴിക്കണം. ഓക്കെ അച്ഛൻ കഴിക്കും. ഞാൻ അപ്പോഴത്തേക്ക് അടുക്കളയോട്ട് പോയി ബാക്കി പണി ചെയ്യാം. ഓക്കെ? എന്തോ? ഓക്കെ. ചോറിൻ്റെ കൂടെ മുരിങ്ങയില കറിയാണ്. ഒരു എളുപ്പമാണ്, സിമ്പിളാണ് ഉണ്ടാക്കാൻ. തേങ്ങ, മുരിങ്ങയില, വെളുത്തുള്ളി, കൊച്ചുള്ളി, പച്ചമുളക്, നമ്മൾ തേങ്ങയും ഇതെല്ലാം കൂടെ കൂട്ടരയ്ക്കാൻ പോകും. എന്നിട്ട് നമ്മൾ കറി ഉണ്ടാക്കാം. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. നല്ല രുചിയാണ്. ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. പപ്പടം കൂടെ കൂട്ടി അടിപൊളിയാണ്. ഉച്ചയ്ക്ക് നമ്മൾ മുരിങ്ങയില കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ കടുക് പൊട്ടിച്ച് അതിനകത്ത് ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ കഴുകി വച്ചിരിക്കുന്ന മുരിങ്ങയില ഇതിലേക്ക് ഇട്ട് കൊടുക്കും. രുചികരമായ മുരിങ്ങയില കറി. നമ്മൾ മുൻപ് അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം. നമ്മൾ മുരിങ്ങയില കൊണ്ടുള്ള കറി ഇപ്പോൾ ഏകദേശം റെഡി ആയിരിക്കുകയാണ്. ഇതിനകത്ത് വെള്ളവും ചേർത്തു, ഉപ്പും ഇട്ടു. മുരിങ്ങയില കറി റെഡിയായി. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പപ്പടം കൂടെ എടുക്കാം. പപ്പടം കൂടെ ഉണ്ടെങ്കിൽ ആ മുരിങ്ങയിലേക്ക് ടേസ്റ്റ് കൂടും. ചോറിൻ്റെ കൂടെ ഒരു വെഴുപ്പുരട്ട ഉണ്ടാക്കുന്ന വെച്ച് കായും പച്ചക്ക വഴുതനങ്ങ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് ചെറിയൊരു വെഴുപ്പുരട്ടി. ആരെ കാണാൻ വന്നേ? കഴിച്ചു. തണ്ണിമത്തന പിന്നെ മറ്റേ നേരത്തെയുള്ള അത് നനഞ്ഞ 2-3 പ്രാവശ്യം എൻ്റെ കഴിച്ചത്. കഴിച്ചു. അറിയാം
കഴിക്കുക. നല്ല സതീശാണ് ഇപ്പം കഴിക്കാൻ. കഴിച്ചോ. വേണ്ട, അച്ഛൻ കഴിക്കുക. ഇവിടെ കൊണ്ടുപോവാ. അവിടെ പോയിരുന്ന് കഴിച്ചു. അച്ഛൻ്റെ അടുത്ത് ഇരിക്കത്തില്ല. അവിടെ അച്ഛൻ അവിടെ ഇരിക്കുക. ഇവിടെ ഇവിടെ കാറ്റോണ്ടിരിക്കും. കഴിക്കും. അപ്പം അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞു. ചോറ് വെന്തു. ഇനി ഊറ്റണം. മുരിങ്ങയില കറി, മെഴുക്കുവരട്ടി, പപ്പടം, ചോറ്. രാവിലെ ഏറിയതാണ്. ഇപ്പോൾ 11 മണിയായി. എല്ലാം ക്ലോസായി. ഇനി വേണം എനിക്ക് കാപ്പി കുടിക്കാൻ. അച്ഛന് ചോറും മുരിങ്ങയില കറിയും മെഴുക്കുവരട്ടിയും പപ്പടം. മുരിങ്ങയില നല്ല വയറ്റിന് നല്ല കേട്ടോ. അറിയേ നല്ലേ. പപ്പടം ഇട്ടിട്ടങ്ങ് വരവേ മതി കേട്ടോ. അങ്ങനെ അച്ഛൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ പോവാണ്. അച്ഛൻ പതുക്കെ കഴിക്കും. അച്ഛൻ കഴിച്ചോളൂ. അച്ഛാ കഴിച്ചോ. പപ്പടം കൂടെ പൊട്ടിച്ചിട്ടേ ആ ഇല ഉൾപ്പെടെ കഴിക്കണം നമ്മൾ. എടുത്ത് പൊട്ടിച്ചു. ആ ഇല എന്തിനാ കഴിക്കുന്നേ? അത് വയറ്റിൽ ചെന്നാലേ നമ്മുടെ വയറ്റിൽ ചെല്ലുമ്പോൾ അത് വയറ്റിന് നല്ലയാ ആ ഇല കഴിക്കുന്നത്. ആ അത് മൊത്തം എടുത്ത് വെച്ച് കഴിക്കും. നാരും കൂടെ കഴിക്കുമ്പോൾ വയറ്റിന് നല്ലയാ. അതുകൊണ്ടാണ് പറഞ്ഞ കഴിക്കണം. ഇന്ന് നമുക്ക് മീനൊന്നും വേണ്ടെന്ന് വെച്ചു. ഇന്നലത്തെ മീനുണ്ടായിരുന്നു, അത് ഞാൻ എടുത്തില്ല. ഇന്ന് വെയിറ്ററിയാമെന്ന് വെച്ചു. എല്ലാ ദിവസവും മീനും ഒക്കെ കഴിക്കുന്നത് ഇല്ല വെച്ചാ. ഒരു ദിവസം പച്ചക്കറി മാത്രമായിട്ട് കഴിച്ചാൽ കുഴപ്പമില്ലല്ലോ, നല്ലല്ലേ? ഇന്നലെ ഇടയ്ക്ക് 2-3 ദിവസം 4 ദിവസം മുമ്പൊക്കെ ഇറച്ചിയൊക്കെ ഉണ്ടായിരുന്നു. ഉണക്കമീൻ, ഇറച്ചി, അതുപോലെ തന്നെ മീന്. അപ്പം ഇന്ന് ഞങ്ങൾ ചെന്ന് പച്ചക്കറികൾ തന്നെ വെക്കുന്ന വെച്ചു. വീടിൻ്റെ അവിടെ തന്നെ നിന്ന് മുരിങ്ങയില അരച്ചു. മുരിങ്ങയില കറിയും പപ്പടവും മെഴുക്കുവരട്ടിയും ഉരുളക്കിഴങ്ങും കായും വഴുതനങ്ങ ഇട്ടുള്ള മെഴുക്കുവരട്ടി ഉണ്ടാക്കി. ഈ പപ്പടം എടുത്തോ വെച്ചാൽ ഇതും കൂടെ എടുത്തു. പപ്പടമേ പൊട്ടി അങ്ങനെ ഇന്ന് കേട്ടോ വെച്ചാൽ ഒന്നാമത് നമുക്ക് കിണറ്റിൽ വെള്ളം കുറവാണ്. ചൂട് വരുന്നതുകൊണ്ട് വെള്ളം നമുക്ക് ഒരുപാട് കുറവാണ്. അച്ഛൻ കേട്ടോ, വെള്ളം തുറന്നു വിടില്ല കേട്ടോ. എന്താ വെച്ചാൽ എല്ലാം നല്ലപോലെ കുഴച്ച് മറ്റേ പപ്പടം എടുത്തു കേട്ടോ. ആ മെഴുക്കുവരട്ടി കൂടെ എടുക്ക. നല്ല മെഴുക്കുവരട്ടിയാ. ദാണ്ട ആയിരിക്കുന്നത്. ദാണ്ട് ഇത് അടിപൊളിയാ മെഴുക്കുവരട്ടി. സൂപ്പറാ അത് കേട്ടോ. 2:30. രുചിയുണ്ടോ അച്ഛാ? രുചിയുണ്ടോ? മധുരമല്ലേ, രുചിയുണ്ടോ? മധുരം അങ്ങനെ ചോറിന് മധുരം വരുന്നത് എങ്ങനെ വെച്ചാൽ ചോറിനകത്ത് നമ്മൾ കൂട്ടാനല്ലേ, മധുരമൊന്നും ഇല്ലല്ലോ. രുചിയുണ്ടോ? രുചിയുണ്ടോ? അപ്പോൾ ഓക്കെ അച്ഛാ, അച്ഛൻ കഴിക്കുക കേട്ടോ. അച്ഛൻ കഴിക്കുക. ഞാൻ അപ്പോഴത്തേക്ക് നമ്മുടെ രാമോനും ടീമിനും ഒക്കെ ആഹാരം കൊടുക്കാം. ഓക്കെ 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 ഓക്കെ.